നോർത്ത് ഈസ്റ്റ് യാത്രയുടെ 9ാമത്തെ ദിവസം സിക്കിമിലെ സിങ്താം എന്ന് പറയുന്ന സ്ഥലത്തെ ഞങ്ങൾ സ്റ്റേ ചെയ്തത് കഴിഞ്ഞ ദിവസം. അപ്പോൾ ഈ ഒരു സിങ്താം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇന്ന് പോകുന്ന വെച്ചാൽ ഡാർജിലിംഗിലേക്കാണ്. ഏകദേശം 80ഓളം കിലോമീറ്ററോളം ദൂരമാണ് ഞങ്ങൾക്ക് ഡാർജിലിംഗിലേക്ക്. ഞങ്ങൾക്ക് അപ്പോൾ ഈ ഒരു സിങ്താം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഡാർജിലിംഗിലേക്ക് പോകാണ്ട് ടാക്സി എടുക്കണം, ഷെയർ ടാക്സി. ഒരാൾക്ക് 300 രൂപയാണ് ചാർജ് വരുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾ ഷെയർ ടാക്സി എടുക്കാൻ വേണ്ടി ഞങ്ങൾ ടാക്സി സ്റ്റാൻഡിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ബസ് ഉണ്ടാകുന്ന തിരക്കി നോക്കി. അപ്പോൾ ഇവിടെ ഒരു പാലമുണ്ട്, ആ പാലത്തിലേക്ക് പോയി ഒരു ബസ് കിട്ടുന്നത്. എന്നാലും ഞങ്ങൾ ആ ഒരു ടാക്സി സ്റ്റാൻഡിൽ പോയി ഞങ്ങൾ റേറ്റ് ചോദിച്ചു. ഒരാൾക്ക് 300 രൂപ വെച്ച് പറഞ്ഞു. അപ്പോൾ ബസ്സിന് എത്ര വരുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരാൾക്ക് ഒരു 100 രൂപ 150 രൂപ നിരക്ക് വരുള്ളൂ എന്ന്. അങ്ങനെ ബസ് എടുക്കാനുള്ള ഓപ്ഷനിൽ ഞങ്ങൾ എന്ത് ചെയ്തു, പാലത്തുമ്മലിൻ്റെ അങ്ങോട്ട് പോയി. അവിടെ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കി, ബസ്സൊന്നും വന്നെ കണ്ടില്ല. വേറെ കുറച്ച് ആൾക്കാർ നിൽക്കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു നമുക്കൊന്ന് ഹിച്ചേക്ക് ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞു. ഏതെങ്കിലും ലോറി വരികയാണെങ്കിൽ നമുക്ക് സിലിഗുരിക്ക് വല്ല ലോറി ഉണ്ടാകും, ആ ലോറിയിൽ കയറിയിട്ട് നമുക്ക് ഡാർജിലിംഗ് എന്തായാലും പോകുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് കൺവേർട്ട് ചെയ്ത് നമുക്ക് വേറെ വണ്ടി പിടിച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഓക്കെ പറഞ്ഞു. ഞങ്ങൾ പതുക്കെ എന്ത് ചെയ്തു, 3 പേര് പുറകെ നടന്നു, 2 പേര് ഫ്രണ്ടേ നടന്നു. അങ്ങനെ അപ്പോൾ ഒരു ബാഗ് തൂക്കി കിടക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ലോറിക്കാരൻ നിർത്തിയിരുന്ന രീതിയിൽ ഞങ്ങൾ മുമ്പോട്ട് തന്നെ നടന്നുകൊണ്ടിരുന്നു. ഏകദേശം കുറച്ച് നടന്നപ്പോൾ തന്നെ ഒരു ലോറിക്കാരനെ ഞാൻ കൈ കാണിച്ചു, വണ്ടിക്കാരൻ നിർത്തി തന്നു. ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ഡാർജിലിംഗിലാണോ എന്ന് ചോദിച്ചു. നമ്മൾ ഡാർജിലിംഗല്ല, ഞാൻ സിലിഗുരിക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ 5 പേരുണ്ട്, ഞങ്ങൾ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പർ ഓക്കെ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ ഒരു 5 പേരും ആ ഒരു വണ്ടിയിലേക്ക് കയറി. അങ്ങനെ ബായിനായിട്ട് പരിചയപ്പെട്ടു. ബായ് നമ്മളോട് ചോദിച്ചു നിങ്ങൾ എനിക്ക് ചായ വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചു. നമ്മൾ ഓക്കെ വാങ്ങിത്തരാമോ എന്ന് പറഞ്ഞു. നമ്മൾ ലോറിയിലേക്ക് കയറ്റുന്നല്ലേ, അപ്പോൾ അങ്ങനെ ആ ഇതിൽ അങ്ങനെ വാങ്ങിക്കൊടുക്കാമെന്ന്. കുറച്ച് മുമ്പ് ബായ് ചോദിച്ചു നിങ്ങൾ എനിക്കൊരു 500 രൂപ വെച്ചിട്ട് തന്നോന്ന് ഒരാൾ. നമ്മൾ 500 രൂപ വെച്ചിട്ട് തരാണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ചായ വേണമെങ്കിൽ നമ്മൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബായ് കുറച്ച് മുമ്പോട്ട് പോയി ആളുടെ സ്വഭാവം മാറി തുടങ്ങി. ഇനി നിങ്ങൾക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് 500 തന്നാൽ മാത്രമേ എന്തായാലും നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുള്ളൂ എന്നാണ്. നമ്മൾ ഓക്കെ നിങ്ങൾ അവിടെ ഇറക്കിക്കോ, ഞങ്ങൾ അവിടെ നിന്ന് വേറെ വണ്ടി പിടിച്ചോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ അങ്ങനെ ബായിൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഹിച്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇട്ടു. 3 പേര് പുറകിൽ നിന്ന് 2 പേര് മുമ്പിൽ നടന്ന് അങ്ങനെ പോവുകയാണ്. അപ്പോൾ വലിയൊരു പാലമുണ്ട്, ഏകദേശം 1 കിലോമീറ്റർ നീളത്തിലുള്ള പാലമാണ് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട്. അങ്ങനെ ഈ പാലത്തിൽ കൂടി നമ്മൾ നടന്ന് പോവുകയാണ്. പല വണ്ടിക്കും കൈ കാണിച്ച് നിർത്തിയില്ല. അങ്ങനെ ഞാനും അൽത്താഫും കൂടിയാണ് നടന്നത്. അങ്ങനെ നമുക്ക് ഒരു പിക്കപ്പ് കിട്ടി. ഈ ഒരു പിക്കപ്പ് ഡാർജിലിംഗ് പോകുന്ന വഴിക്ക് ഏകദേശം നമ്മളുള്ള സ്ഥലത്ത് ഒരു 30 കിലോമീറ്ററോളം ദൂരമുണ്ട്. അത്രയും ദൂരം പോകും. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ആൾ കൺവേർട്ട് ചെയ്ത് വേറെ വഴിക്ക് പോകുന്നുണ്ട്. ഓക്കെ ഞങ്ങൾ ആ വണ്ടിയിൽ അങ്ങനെ കയറി പോയി. അപ്പോൾ ഈ സാലിയും ജാസിറും റഫീഖും ഉണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾ വേറെ വണ്ടി പിടിച്ച് വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേറെ വണ്ടി പിടിച്ച് വരികയും ചെയ്തു. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ ബയ്യ 30 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഭാഗത്തി അവിടെ നിന്ന് നമ്മൾ ഇവരായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവരുടെ വണ്ടിയിൽ കയറാമെന്ന് കൊടുത്തപ്പോഴത്തേക്ക് പറഞ്ഞു ഇതിൽ 4 പേരെ കയറാൻ പറ്റുള്ളൂ, 5 പേർക്ക് കയറാൻ പറ്റില്ല എന്ന് ആ ഒരു വണ്ടി കയറാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങളെന്നാൽ 4 പേരും കൂടി ആ വണ്ടിക്ക് പോയിക്കോ, ഞാൻ വേറെ ലെഫ്റ്റ് അടിച്ച് വന്നോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ 4 പേരും കൂടി പോയി. വേറെ ഒന്നുമല്ല, വണ്ടിക്കാരൻ കയറ്റാത്ത വലിയൊരു കയറ്റമാണ് ഈ ഡാർജിലിംഗ് പോകുന്ന വഴിക്ക്. ഈ ഒരു സിങ്താമെന്ന് ഒരു കാടിനുള്ളിൽ കൂടി ഒരു ചുരം കയറി ഇങ്ങനെ പോകുന്ന വയ്യ. കയറ്റം കൊണ്ട് തന്നെ പല വണ്ടികളും നിർത്തി തരുന്നില്ല. അങ്ങനെ ഞാനപ്പോൾ ഈ റോഡിലൂടെ ഈ ഒരു കയറ്റം നടന്ന് മോൾക്ക് പോവുകയാണ്. പല വണ്ടിക്കും കൈ കാണിക്കുന്നുണ്ട്, നിർത്തി തരുന്നില്ല. അങ്ങനെ ഈ ഒരു ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട ഒരു വണ്ടി പോകണ്ടായിരുന്നു. അവരെ കൈ കാണിച്ചപ്പോഴത്തേക്ക് അവരെന്തോ ബാധ്യത നിർത്തി തന്നു. അങ്ങനെ വണ്ടിയിൽ കയറി. പുറകിലൊരു ചാച്ച ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചാച്ചയോട് കുറേ നേരം സംസാരിച്ചു. അങ്ങനെ ആ യാത്രയിൽ അങ്ങനെ മുമ്പോട്ട് പോകണം. ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ആ വണ്ടി കിട്ടിയിരുന്നു. അതിന് ശേഷം പിന്നെ എനിക്ക് അവരൊരു ഭാഗത്തുകൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു ഇവിടത്തോളം ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകും, നിങ്ങൾക്ക് വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നിനക്ക് ഞങ്ങളുടെ ഒപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത വണ്ടി പിടിക്കാൻ നോക്കി. അങ്ങനെ ബൈക്കാണ് കിട്ടിയാൽ ബൈക്കിൽ കയറി നമ്മളങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി. ബൈക്കാണ് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വീണ്ടും നടക്കാൻ തുടങ്ങി. അവിടെ അടുത്ത് വണ്ടി പിടിക്കണം. അവ പോകുന്തോറും ഈ സ്ഥലങ്ങൾ ഭംഗി കൂടിക്കൂടി തന്നെ. എന്നുവെച്ചാൽ കാടിനുള്ളിയും ഈ ഒരു കയറ്റം കയറി നമ്മൾ പോകുന്നത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പിന്നെ വീണ്ടും ഞാൻ നടക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നടന്നു പോകുന്നതോറും എനിക്ക് രസം തുടങ്ങി. അതിനപ്പോൾ അത് കിടക്കണം. അപ്പോൾ സാലയൊക്കെ വണ്ടിയിൽ ഇങ്ങനെ പോവുകയും ചെയ്തു. ഞാൻ ഈ കാടെല്ലാം ആസ്വദിച്ച് പോവുകയാണ്. അപ്പോൾ ഒരു ബൊളേറോ ആയിട്ട് ഒരു ബയ്യനുണ്ടായിരുന്നു. ആൾ ഈ ഫുഡ് ഓരോ സ്ഥലങ്ങളിലൊക്കെ ഡെലിവറി ചെയ്യുന്ന ഒരാളാണ്. ഈ ഹോട്ടലുകളും പിന്നെ അങ്ങനെ ബേക്കറിയിലൊക്കെ കൊടുക്കുന്ന ഫുഡുകൾ. അങ്ങനെ ആൾ നിർത്തി തന്നു. ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ആൾ ഡാർജിലിംഗാണ്. ഞാൻ പറഞ്ഞു ഞാനും കൂടി കയറിക്കോട്ടെ, ഞാൻ കുറേ നടക്കുന്നത് ആകെ ടയേർഡൊക്കെ ആണെന്ന് പറഞ്ഞു. ഓക്കെ നീ കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് കയറ്റുന്ന മുമ്പ് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ഞാൻ വല്ല എന്തെങ്കിലും ചെയ്യുമെന്ന് കൊടുത്തിട്ട്. പുള്ളിക്കാരൻ കടകളിൽ ഡെലിവറി ചെയ്യാനുള്ള പാക്കറ്റ് ചെയ്യുന്ന എനിക്കൊരു വെള്ളക്കുപ്പി എടുത്തിട്ട് വന്നു, ഇത് കുടിച്ചോ എന്ന് പറഞ്ഞു. ലിച്ചിൻ്റെ ചെറിയൊരു ബോട്ടിലായിരുന്നു. ഞാൻ ആ ഒരു ലിച്ചി കുടിച്ചിട്ട് ചോദിച്ചു എനിക്ക് ഒന്നും കൂടി തരുമെന്ന് പറഞ്ഞു. ഞാൻ ഫുൾ ടയേർഡാണ്. ഇനി നിനക്ക് വേണമെങ്കിൽ നീ പൈസ ഉണ്ടോ എന്ന് ബായ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൈസ തരാണ്ടെങ്കിൽ അല്ലെന്ന് പറഞ്ഞപ്പോൾ ആൾ ഒന്നും കൂടി നീ എടുത്തോന്ന് പറയാണ്ട് കുടിച്ച് ഒരു ബായിൻ്റെ ഒപ്പം കയറി മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ സാലിയൊക്കെ പോയാൽ വണ്ടി കുറച്ചുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരവിടെ വഴിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഞാൻ പോവുകയാണ് ഈ സാലീൻ്റെ അങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മുടെ ബയ്യ വെച്ച് ഈ ഒറ്റക്കാണ്. അങ്ങനെ ഞാൻ ഒറ്റക്കല്ല, എൻ്റെ കൂടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവർ കുറച്ച് മുമ്പിലാണെന്ന് പറഞ്ഞു. അവരെവിടെ ഉള്ളതെന്ന് ചോദിച്ചു. അങ്ങനെ ഏകദേശം ഒരു 10 കിലോമീറ്റർ മുമ്പിലാണ്.
അപ്പോൾ ഈ ഒരു ബയ്യ നമ്മുടെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കാൻ തുടങ്ങി, നിൻ്റെ സുഹൃത്തുക്കൾ അവിടെയാണ്. നമ്മൾ ബയ്യ അവിടെ കുറച്ച് മുമ്പിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് അതിനിടയ്ക്ക് ഓരോ വണ്ടി കിട്ടും തോറും ഇവരങ്ങനെ കയറി കയറി പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് അയച്ചിരുന്ന മാപ്പ് പിന്നെ ലോങ് കൂടി വന്നു. അങ്ങനെ ഇവന്മാരെ കിട്ടി. ഇവന്മാർ ഏകദേശം ഒരു 13 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാർ മുമ്പിലുണ്ടായിരുന്നു. അങ്ങനെ ബയ്യ പറഞ്ഞു, ഒരു പണി നീ അവരെയും കൂടി കയറ്റിക്കോ, നമ്മുടെ വണ്ടിയിൽ നമുക്ക് ഒരുമിച്ച് നമുക്ക് ഡാർജിലിംഗിലേക്ക് പോകാമെന്നാണ്. നമ്മൾ എത്തിയതും ബയ്യ അപ്പം തന്നെ എന്ത് ചെയ്തു, വലിയൊരു ബോട്ടിൽ ലിച്ചി എടുത്ത് തന്നു. ഇത് നിങ്ങൾ കുടിച്ചോന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ വലിയ ബോട്ടിൽ മിക്സാണുള്ളത്, നമ്മൾ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ കുടിക്കാനുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ ഫുള്ള് സാധനങ്ങളാണ്. അപ്പോൾ ബൈ വണ്ടി നിർത്തിയിട്ട് ഫുള്ള് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പുറകോട്ട് നീക്കിയിട്ട് ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ബാക്കിൽ ഇവർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നു. ആകെ മുമ്പിൽ 2 സീറ്റുകൾ മാത്രമേ അവൈലബിൾ ആയിട്ട് ഫ്രീ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ബാക്കിൽ ഇരിക്കാനുള്ള പരുവത്തിലേക്ക് ആക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു വണ്ടിയിൽ കയറി വീണ്ടും ഞങ്ങൾ ഡാർജിലിംഗിലേക്ക് യാത്ര പോയി. ഏകദേശം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഡാർജിലിംഗിലെത്തി. അങ്ങനെ ബയ്യ ഞങ്ങൾ ഡാർജിലിംഗ് ഇറക്കി തന്നിട്ട് ആൾ പറഞ്ഞു, ഇനി നമ്മളിവിടുന്ന് പിരിയാണ്, അപ്പോൾ നിങ്ങളെ കണ്ടിൽ ഒരുപാട് സന്തോഷം വെച്ചാൽ ആൾ പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, കേരളത്തിൽ ഇങ്ങനെ വരാൻ പ്ലാനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് ഞങ്ങൾ ആ ഒരു യാത്രയിൽ സംസാരിച്ചു. അങ്ങനെ ബൈ നമ്മളിൽ നിന്ന് ഇങ്ങനെ വിട്ടുപിരിഞ്ഞു. ഞങ്ങൾ അവിടെ അടുത്തൊരു മൊണാസ്ട്രി ഉണ്ടായിരുന്നു. ആ ഒരു മൊണാസ്ട്രിയിലേക്ക് ഞങ്ങൾ അവിടെ നിന്ന് പോയി. ആ ഒരു മൊണാസ്ട്രി എത്തിയപ്പോഴത്തേക്ക് നമ്മൾ വേറൊരു 4 മലയാളി സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു. അതിലൊരാൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി നമ്മുടെ സ്റ്റോറി കണ്ട് നമുക്ക് മെസ്സേജ് ഉണ്ട്, ഞങ്ങൾ ഡാർജിലിംഗ് ഉണ്ട്, അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചെങ്ങൈനെ ഞങ്ങൾ അങ്ങനെ അവിടെ വെച്ച് അങ്ങനെ പരിചയപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ എല്ലാം എടുത്ത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഒരു മൊണാസ്ട്രി എല്ലാം കണ്ടു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒരു ഡാർജിലിംഗ് കൂടി നടക്കാൻ തുടങ്ങി, ഓരോ സ്ഥലങ്ങളെല്ലാം കണ്ടുകൊണ്ട്, മാർക്കറ്റെല്ലാം കണ്ടുകൊണ്ട്. അപ്പോൾ ഈ ഒരു കൽക്കരി ട്രെയിന് പോകും. ഈ കൽക്കരി ട്രെയിൻ പോകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകം വെച്ചാൽ വൺ സൈഡ് പോകുമ്പോഴത്തേക്ക് ഇവിടെ നിന്നുള്ള വണ്ടികൾ സ്റ്റോപ്പ് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു കൽക്കരി ട്രെയിൻ പോയിട്ട് ഇവിടുന്ന് വണ്ടികൾ വരുള്ളൂ. അപ്പോൾ ഈ ഒരു കൽക്കരി ട്രെയിൻ പോകുമ്പോഴത്തേക്ക് ഈ ഒരു റോട്ടിൽ ഭയങ്കര ബ്ലോക്കുകൾ വരും. പിന്നെ മഴയും കൂടി ആവുമ്പോൾ തന്നെ റോഡൊക്കെ ഫുള്ള് ചെളിവെള്ളം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നോക്കുമ്പോൾ അടുത്തുള്ള പള്ളികളുണ്ട്. അപ്പോൾ ഒരു പള്ളിയിൽ ചെന്ന് ഞങ്ങൾ അസർ നമസ്കരിക്കാൻ വേണ്ടി. പക്ഷേ എന്നിപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്തോട്ടെ എന്ന് വെച്ചപ്പോൾ പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല, ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയ വേറെ 2-3 പള്ളികളുണ്ട്, അവിടെയൊക്കെ പോയാൽ നിങ്ങൾക്ക് സ്റ്റേ കിട്ടുമെന്ന്. ചെറിയ പൈസ എന്തോ കൊടുത്താൽ മതി എന്നുണ്ട്. സാലിയും പിന്നെ യാത്ര കൂടി അടുത്ത പള്ളിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഒരാൾക്ക് താമസിക്കുന്നതിന് 300 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 5 പേര് വെച്ച് 300 കൊടുക്കുമ്പോൾ ഒരു 1000 മേലെ വരുന്നുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്തു, അന്ന് ഞങ്ങൾ അവിടെ റൂം എടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ റൂം തിരക്കി നോക്കി, ലാസ്റ്റ് മാർക്കറ്റിൽ കൂടിയൊക്കെ പോയി ഗല്ലി കൂടിയൊക്കെ എത്തിപ്പെട്ട് റൂം ഞങ്ങൾക്ക് 800 രൂപക്ക് റൂം തരാമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ അവിടെ നിന്ന് റൂം എടുക്കാൻ തീരുമാനിച്ചു. പള്ളിയിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് രാത്രിത്തെ ഫുഡ് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം, ഇവിടെ നമ്മുടെ അടുത്തൊരു സുഹൃത്തിൻ്റെ കടയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഫുഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. നിങ്ങളപ്പോൾ ഒരു ഇശാന ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കടേൻ്റെ പേര് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷ് ആയതിന് ശേഷം മഗ്‌രിബ് ഇശാ നിസ്കരിക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു പള്ളിയിലേക്ക് വന്നു. അങ്ങനെ പിന്നെ നമസ്കാരം കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഉസ്താദിൻ്റെ ഒപ്പം അങ്ങനെ ഈ ഒരു ഷോപ്പിലേക്കാണ് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഹിക്കാൻ വേണ്ടി ഗല്ലി കൂടിയൊക്കെയാണ് പോകാനായിട്ട്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ കുടിവെള്ളം എടുക്കുക വെച്ചിട്ട് ഇവർക്ക് ഓരോ ടാപ്പുകളുണ്ട്. ഈ ടാപ്പുകളിൽ വന്നിട്ട് ഇവർ രാത്രി വേണം വന്നിട്ട് വെള്ളം കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വലിയൊരു കന്നാസ് കനൽക്ക് വേണ്ടി ഇവിടുത്തെ ആൾക്കാർ വന്ന് വെള്ളം എടുക്കുന്നത്. അങ്ങനെ ആ ഒരു കുറേ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ നേരെ ആ ഒരു ഉസ്താദിൻ്റെ സുഹൃത്തിൻ്റെ കടയിൽ പോയിട്ട് അന്ന് ഭക്ഷണം കഴിച്ചു. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടി. തിരിച്ച് ഞങ്ങൾ റൂമിൽ വന്ന് രാത്രി ഞങ്ങൾ റൂമിൽ വന്ന് കിടന്നുറങ്ങി. നിങ്ങളൊരു ഡാർജിലിംഗിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇവിടുത്തെ ഈ ഒരു കൽക്കരി ട്രെയിൻ. അതായത് വേൾഡിലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് വരുന്ന ഒരു കൽക്കരി ട്രെയിനാണ് ഈ ഒരു ഡാർജിലിംഗിലെ കൽക്കരി ട്രെയിൻ. അതും ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ ഒരു കൽക്കരി ട്രെയിൻ നിർമ്മിച്ചതും. പിന്നെ അതുകൂടാതെ തന്നെ കഞ്ചൻജംഗ റൂട്ടിലാണ് ഈ ഒരു കൽക്കരി ട്രെയിൻ ഓടുന്നതും കാര്യങ്ങളെല്ലാം. നമ്മൾ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ടിക്കറ്റ് നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു കൽക്കരി ട്രെയിനിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അത് വലിയൊരു നഷ്ടമായി ഞങ്ങൾക്ക് ആ യാത്രയിൽ ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു ഡാർജിലിംഗ് വരുവാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു കഞ്ചൻജംഗ റൂട്ടിലുള്ള ഈ ഒരു കൽക്കരി ട്രെയിൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അന്ന് ഞങ്ങൾ രാവിലെ ഈ ഒരു റൂമിൽ നിന്ന് അങ്ങനെ ഇറങ്ങി ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ട് ഈ ട്രെയിന് പോകുന്നതും വരുന്നതൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഹിച്ചേക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടി നോക്കി. ഞാൻ ഇങ്ങനെ ഹിച്ചേക്ക് ചെയ്തു ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ സാരി കൊണ്ട് എടാ ബസ് സ്റ്റാൻഡ് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ബസ് കിട്ടും, നീ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഞാൻ കയറിയ വണ്ടിയിൽ നിന്ന് പിന്നെ തിരിച്ചിറങ്ങി ഇങ്ങോട്ട് കിടക്കുമ്പോൾ അന്ന് ഇവർ പണി നീ ഇവിടുന്ന് പശുപതി നഗറിലേക്ക് വന്നാൽ ഞങ്ങൾ അവിടത്തേക്ക് എത്തിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബസ്സിൽ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഹിച്ചേക്ക് ചെയ്ത് വരാമെന്ന് പറഞ്ഞു. നേരെ അവിടെ നിന്ന് പശുപതി നഗറിലേക്ക് ഞാൻ ഹിച്ചേക്ക് ചെയ്ത് പോകാൻ വേണ്ടി പ്ലാനിട്ട് അങ്ങനെ ഈ ബസ് സ്റ്റാൻഡിൽ അവിടെ ചെന്നപ്പോഴത്തേക്കിന് ബസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുള്ളൂ. അതായത് ഡാർജിലിംഗിൽ അവിടെ നിന്ന് ബസ് കിട്ടുള്ളൂ, ഇവിടുന്ന് ബസ് കിട്ടില്ല. ഇവിടുന്ന് ഷെയറിംഗ് ടാക്സി ഉണ്ട്, 200 രൂപ വരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ഞാൻ ബസ്സിന് നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എൻ്റെ സുഹൃത്തുക്കൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു.
അങ്ങനെ അവിടെ ഞാൻ വീണ്ടും ഹിച്ചേക്കാൻ തീരുമാനിച്ചു. അവിടുന്ന് ഒരു ബൈക്കാണ് കൈ കാണിച്ചു ആൾ നിർത്തി തന്നു. ആൾ പശുപ്പട്ടി നഗർ പോകുന്ന ബൈക്ക് ഒരെണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പൻ്റെ വണ്ടിയിൽ കയറി ഞാൻ അങ്ങനെ പശുപ്പട്ടി നഗറിലേക്ക് അങ്ങനെ പോവുകയാണ്. മൂപ്പൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആളുടെ വ്ളോഗറൊക്കെ ആയിരുന്നു. അങ്ങനെ പോകുന്ന ബൈക്ക് ഫുള്ള് മഞ്ഞ് കോടമഞ്ഞൊക്കെ മൂടി കിടക്കുന്ന ഒരു വഴിയാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഈ ഒരു ഡാർജിലിംഗിൽ നമുക്ക് പശുപ്പട്ടി നഗർ പോകാൻ വല്ലാത്തൊരു വൈബ്. നമ്മൾ ഈ ഒരു മൂന്നാറിലൊക്കെ ഈ മഴ ടൈമിൽ നമുക്ക് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലാണ് അവിടെ കൂടി നമുക്ക് പോകുമ്പോഴത്തേക്ക്. അത് മനോഹരം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ ആ ഒരു പശുപ്പട്ടി നഗറിലേക്ക് പോകുന്ന കാഴ്ചയെല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ പശുപ്പട്ടി നഗറിൽ എത്തുന്നതിന് മുമ്പ് ഒരു ടൗൺ ഉണ്ട്. അവിടെ ആൾ നിർത്തി. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് പോകും, നീ ഇവിടെ നിന്ന് ഇനി മുമ്പോട്ട് പോയാൽ ഏകദേശം 20 കിലോമീറ്ററോളം എനിക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ബയ്യാനായിട്ട് അങ്ങനെ യാത്ര ചെയ്യാൻ പറഞ്ഞു. പിന്നെ അവിടെ നിന്നൊരു ടാക്സി എടുത്തു. 100 രൂപയാണ് വരുന്നത്. അങ്ങനെ ടാക്സി എടുത്ത് നേരെ പശുപ്പട്ടി നഗറിലേക്ക് പോയി. അപ്പോൾ ഞാനപ്പോൾ അങ്ങനെ പശുപ്പട്ടി നഗർ എത്താറായി ടാക്സിയിൽ കയറിയിട്ട്. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ വിളിച്ചപ്പോൾ പറഞ്ഞു, എടാ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നീ ഒരു പണി പശുപ്പട്ടി നഗർ അവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഇവർ വന്ന ശേഷം എനിക്ക് നേപ്പാൾ ബോർഡർ എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ക്രോസ് ചെയ്താൽ നമ്മുടെ വിളിച്ചാൽ ഫോൺ കോളൊന്നും കിട്ടില്ല. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇന്നപോലെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, അപ്പോൾ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു കൊടുത്തു, ഇവിടെ എത്തിയാൽ മതി എന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു പോയിന്റിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഈ ഒരു പശുപ്പട്ടി നഗർ വെച്ച് നമ്മളെ കണ്ടുമുട്ടി. അവിടെ നിന്ന് നമ്മളങ്ങനെ നേപ്പാൾ ബോർഡറിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നേപ്പാളിലേക്കുള്ള യാത്ര പരമായിട്ട് വരാം. നേപ്പാൾ ബോർഡർ കടക്കുന്നത് മുതലുള്ള സ്റ്റോറീസിലേക്ക് അടുത്തൊരു വീഡിയോ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതിന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ഇട്ടാൽ നിങ്ങൾക്ക് ഇതുള്ള യാത്രയുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.